നമുക്കിപ്പോൾ PMSSY ബ്ലോക്കിലെ ഒരു ഫയർ UPS റൂമും പിന്നെ ഒരു ചെറിയ ഫയർ ഉണ്ടായിരുന്നു. ആ ഫയറിൽ ഒരു സ്മോക്ക് അത് എല്ലാ ബ്ലോക്കിലെ ഫില്ലായി ഉണ്ട്. ഈ സ്മോക്ക് വാസ് ഫിൽഡ് എൻറ്റയർ ഏരിയ. ഇപ്പം എല്ലാ പേഷ്യൻസ് നമുക്ക് മാറ്റിയിട്ട് വേറെ സ്ഥലത്തിൽ മാറ്റിയിട്ടുണ്ട്. നമുക്ക് പ്രൈവറ്റ് ആശുപത്രിയും മറ്റേ ബ്ലോക്സിലെ പിന്നെ ജില്ലാ ആശുപത്രി എല്ലാ സ്ഥലത്തിൽ ഈ പേഷ്യൻസ് മാറ്റി. ഇപ്പോൾ ലാസ്റ്റായിട്ട് ന്യൂറോളജിക്കൽ ബ്ലോക്കിലെ ചില പേഷ്യൻസ് ഇപ്പോൾ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രോപ്പർ കൃത്യമായിട്ട് കൺട്രോൾ മൂവ്മെൻറ്റ് ആക്കിയിട്ട് അതിൽ ഓൾറെഡി ഇവാക്വേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 1 or 2 പേഷ്യൻസ് ഇപ്പോൾ ലെഫ്റ്റ് ആണ്. ഈ പേഷ്യൻസിൻ്റെ സേഫ്റ്റി നോക്കിയിട്ട് HODയും പ്രിൻസിപ്പലും എല്ലാ ആശുപത്രി മെഡിക്കൽ കോളേജിൻ്റെ എല്ലാ സ്റ്റാഫ് വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് അണ്ടർ പ്രോപ്പർ സൂപ്പർവിഷൻ ഹാസ് ബീൻ ഷിഫ്റ്റഡ് ഔട്ട്. താൽക്കാലിക കാഷ്വാലിറ്റി സജ്ജീകരിച്ചുവെന്നും ഓപ്പറേഷൻ തിയേറ്ററുകളും സജ്ജമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ. പേഷ്യൻറ്റിൻ്റെ ബാക്കി ആളെ എല്ലാവരെയും ഷിഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ആ ന്യൂറോ സർജറി നോക്കിയിട്ട് ബാക്കി അവരെ ഡോക്ടേഴ്സിനെ മുകളിൽ വിട്ടിട്ടുണ്ട്. എഞ്ചിനീയർ പ്രൈമറിയാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് ഇലക്ട്രിക്കൽ പറഞ്ഞത്. ബാക്കി അവർ ഡീറ്റെയിൽ നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിക്കൂടല്ല കൂടുതൽ. നമ്മളിപ്പോൾ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റാണ് നോക്കുന്നത്. പേഷ്യൻറ്റിൻ്റെ മാക്സിമം കെയർ എൻഷുർ ചെയ്യുക. ഇനി തിയേറ്റർ നമ്മൾ ഇന്ന് ഇവിടെ റൺ ചെയ്യുന്ന തിയേറ്ററൊക്കെ മെയിൻ തിയേറ്ററിൽ എന്തായാലും 12 തിയേറ്റർ ഉണ്ടല്ലോ, അതായത് ഇന്നെല്ലാം ഓപ്പൺ ആക്കിക്കോളാൻ പറഞ്ഞു രാത്രി. ഇവിടെയുള്ള പേഷ്യൻറ്റിനെ പരമാവധി മെയിൻ ബ്ലോക്കിലേക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ബ്ലോക്ക് എവിടെയാണ് ഒഴിവുള്ള ICUവിലെല്ലാം കയറ്റാൻ TCCയിലും റെഡിയാണ്. വെന്റിലേറ്ററും അവിടെ റെഡിയാണ്. പിന്നെ ബീച്ചിലും നമ്മൾ DMO വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവിടെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലാണ് പുക പടർന്നത്. അവിടെ UPS റൂമിൽ നിന്ന് ഉണ്ടായ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് പുക പടർന്നത്. ആ ബ്ലോക്കിൽ ആകെ പുക പടരുകയും കനത്ത പുകയിൽ ആളുകൾക്ക് തടസ്സം ഉൾപ്പെടെ നേരിടുകയും ചെയ്തു. ഇപ്പോൾ സിദ്ദിഖ് MLA ഉന്നയിക്കുന്ന ആരോപണം ആ തടസ്സം നേരിട്ട രോഗികൾ മരിച്ചു എന്നതാണ്. ഇക്കാര്യം ആശുപത്രി അധികൃതരോ പോലീസോ സ്ഥിരീകരിക്കുന്നില്ല. എന്തായാലും ഈ വാർത്തയിൽ ഇതിൽ തുടർ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്.